ഒരു കൂട്ടം മറ്റേ വെട്ടിൽ കിളികളുണ്ടല്ലോ, വെട്ടിൽ കിളികളുടെ മെസ്സേജ് എനിക്ക് വരുന്നു. എന്താ നിന്റെ സെർവറിൽ നീ പുതിയ ഡിസിഷൻ എടുത്തല്ലടാ, നീ ഞങ്ങളുടെ ഫാൽക്കണെ കയറ്റാതെ നീ നമ്മുടെ ഇവരെയെല്ലാം കയറ്റി, എന്താ മറ്റേ അവൻ്റെ പേരെന്തായിരുന്നു, മൈക്കിയും മറ്റേ പൃഥ്വിയൊക്കെ കയറ്റി എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എന്താ കാര്യം എന്ന് മനസ്സിലാവണില്ല കേട്ടോ, ഇത് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ആടുബ്രോയുടെ എന്തോ ലൈവിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴാണ് ഞാൻ കാര്യം അറിയണത്. ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഈ ഡൈന എന്ന് പറയുന്ന കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ അടുത്ത്, ഇങ്ങനത്തെ ഉള്ളവന്മാരെ എൻകറേജ് ചെയ്യരുത്, ഇവനൊക്കെ പെർമനന്റ് ബാൻ മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവള് പറയട്ടെ, നീ വെളിയിൽ നിന്ന് കാണുന്ന കണ്ടികളൊന്നും പറയണ്ട. നിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിന്റെയൊക്കെ പ്രശ്നം മറ്റേ അവരുടെ ബാൻ അൺബാൻ ആക്കി കൊടുത്തതല്ല, പകരം നിന്റെയൊക്കെ മറ്റേ ഓസ്തി കുണ്ണയ്ക്ക് ഇവിടെ പെർമനന്റ് ബാൻ റിമൂവ് ആക്കി കൊടുക്കാത്തതാണ് നിന്റെയൊക്കെ പ്രശ്നം, മനസ്സിലായോ? അല്ലാതെ നിന്റെ ഒന്നും പ്രശ്നം ഡയനെ അഫക്ട് ചെയ്തതിന് അവരുടെ ബാൻ മാറ്റിയതല്ല നിന്റെ ഒന്നും പ്രശ്നം. അപ്പൊ ഡയനയുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഡയന എന്താ ഇതൊന്നും എൻകറേജ് ചെയ്യരുത്, ഇവനെ ഇത് ഈ പറയണത് പോലെ ഇവന്മാർക്കൊക്കെ പെർമനന്റ് ബാൻ കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി അന്നോട്ടേ പറഞ്ഞു. ഇതൊന്നും ഞാൻ എൻകറേജ് ചെയ്യുന്ന ഒരാളെ അല്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഇനി കഥ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. TV-യെയും KV-യെയും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ കൊണ്ടുപോകാൻ നോക്കാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1-2 വർഷം ആവുന്നു. ഇപ്പം 1 വർഷത്തിൽ കൂടുതലാവുന്നു. ആ സമയത്ത് പോലും ഇത് TV വേഴ്സസ് KV ഏറ്റവും കൂടുതൽ സിറ്റുവേഷൻ ട്രിഗർ ആയത് പൃഥ്വി കാരണമായിരുന്നു. പൃഥ്വിയുടെ ഇതും മറ്റേ അതും ഇതും എല്ലാം കൊണ്ടാണ് ഇത് ട്രിഗർ ആയിക്കൊണ്ടിരുന്നത്, മനസ്സിലായോ? അപ്പം രണ്ടാമത് നമ്മൾ അടി ഉണ്ടായപ്പോഴും ഞാൻ പോയി KV എടുത്ത് പേഴ്സണലി സോറി പറഞ്ഞപ്പോൾ പോലും അതിനകത്ത് സോറി പറ്റാതിരുന്നത് പൃഥ്വിക്കായിരുന്നു. ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു സാധനം പുറത്തു വരുന്നത്. അപ്പം ഞാൻ പോലും പറഞ്ഞതാണ് ഇവനൊക്കെ കാരണമാണ് ഈ പറയുന്ന പോലെ അടിയും വഴക്കൊക്കെ ഉണ്ടാവുന്നതെന്ന്. അല്ലാതെ ഞാൻ ഇവനെ ഒന്നും ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല, ഒരിക്കലും ഞാൻ ന്യായീകരിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല, മനസ്സിലായ? അപ്പോ ഇത് അങ്ങ് വിട്ട് അന്ന് ബാൻ കിട്ടിയതാ. ഇപ്പം ഞാൻ വേറൊരു കാര്യോടെ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇവരുടെ ബാൻ ലിഫ്റ്റ് ആയത്. എൻ്റെ അടുത്ത് കാസ്ട്രോ ഇന്നലെ വന്നിട്ട് ചോദിച്ച്, ഈ പറയുന്നത് പോലെ എടാ ഇവരൊക്കെ ഇതിനകത്ത് നമ്മുടെ അതിനകത്ത് ഇനി വന്ന് കളിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല കാസ്ട്രോ, ഇപ്പം നമ്മൾ നന്നായിട്ട് പോവല്ലേ, നന്നായിട്ട് പോയാൽ മതി, ഇനി വീണ്ടും വന്ന് ഒരു കോൺട്രവേഴ്സി ഒന്നും ആവരുത്, നമ്മളിപ്പോൾ നല്ല രീതിയിൽ പോവുക, അത് അങ്ങനെ തന്നെ പോട്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഇതാക്കി. ഇത് കഴിഞ്ഞതിന് ശേഷം TV-യില് ഫയർഫ്ലാങ് അല്ലെങ്കിൽ കീരി അവനാണ് അവന്റെ സൈഡിൽ നിന്ന് ഈ ബാൻ മാറ്റി കൊടുത്തത്. എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈവിൽ വന്ന് അവന് പറയാം, ഈ ലൈവിൽ വന്ന് നാളെ അല്ലെങ്കിൽ ഇപ്പൊ അവൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്ന് പറയാം. എന്നോട് പോലും പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ആ ബാൻ മാറ്റിയ കാര്യമൊന്നും. ഞാൻ സ്റ്റൈൽ സോപ്പി, പൃഥ്വി, മൈക്കി ഇവർക്ക് 3 പേർക്കുമാണ് ബാൻ കൊടുത്തിട്ടുള്ളത്. എന്നോട് പോലും പറഞ്ഞിട്ടില്ല ബാൻ മാറ്റി കൊടുക്കാൻ. എന്നിട്ടും ഞാൻ ബാൻ ഇട്ട് കൊടുത്ത എൻ്റെ അടുത്ത് ഈ കരിയറെന്നും വണ്ടിയെന്നും പറഞ്ഞ് വരല്ലേ ദേവിയത്. ഞാൻ ബാൻ കൊടുത്ത എല്ലാവർക്കും, ഞാൻ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ ബാൻ അൺബാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൺവേർട്ടിങ്. നീയൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആകെ 2000 പേരാണ് അവിടെ കാണുന്നത്. നിങ്ങളോട് ഇവിടെ വന്നിരുന്ന അവരെന്ത് ചെയ്യും? പ്ലീസ് അങ്ങോട്ട് ചെല്ലടാ, നിങ്ങൾ അവരുടെ അടുത്ത് വല്ലതും ചെല്ലടാ. അവർക്കൊക്കെ പിള്ളേർക്കൊക്കെ PC ഒക്കെ മേടിച്ചൊക്കെ കൊടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പ്ലീസ്. എന്തിനാണ് നീ ബുദ്ധിമുട്ടി ഇതിരുന്ന് കാണുന്നത്? പിന്നെ അതാ എൻ്റെ ചോദ്യം. നീ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്ന് കാണുന്നേ? ഹാരിസ് ആൻഡ് ബ്രോ, താങ്ക് യു സോ മച്ച് അത് 1 Eagle Game മെമ്പർഷിപ്പ്. ഞാൻ ഹാരിസ് ആൻഡ് ബ്രോയെ ക്രിക്കറ്റിലൂടെ അന്ന് മീറ്റ് ചെയ്തായിരുന്നു. അപ്പം എന്താ ഈ കരിയറും ഇതൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറേ പേര് വരുന്നുണ്ട്. ഞാനൊരു വീഡിയോ കണ്ട് എനിക്ക് കരച്ചിൽ വന്നായിരുന്നു. ഞാൻ ആ കരച്ചിൽ വന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് കണ്ണിക്കൂടെ മൂക്കിൽ കൂടെ സാധനത്തിൽ കൂടെ വരെ വെള്ളം വന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി ആ വീഡിയോ കണ്ടപ്പോൾ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, ആ വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര നിങ്ങൾക്ക് വിഷമം വരും. ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കണേ പ്ലീസ്, ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കണേ. ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോ കാണാവുള്ളൂ. മറ്റേ മുന്നറിയിപ്പാണ്, ദയവ് ഇതൊന്ന് കാണണേ. അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അലീന പറയണം. മേജർ ഇഷ്യൂ ടു ദ സെർവർ. എടാ ഞാൻ ഒരു കാര്യം പറയാം, മേജർ ഇഷ്യൂ ഫാൽക്കൺ പറയത്തില്ലേ, അവൻ മാനേജർ സംസാരിക്കട്ടെ. നിങ്ങളത് ഇൻഡെഫിനിറ്റ് റിമൂവ് ആക്കിയോ? ഇൻഡെഫിനിറ്റ് ബാൻ റൂളൊന്നും റിമൂവ് ആക്കില്ല. ഇൻഡെഫിനിറ്റ് ബാൻ റൂളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. എനിക്ക് കിട്ടിയത് റിപ്പോർട്ട് പ്രകാരം അതിനകത്ത് എഫക്റ്റഡ് ആയിട്ടുള്ള 2 പേരായിരുന്നു. ഒന്ന് കീരി, ഒന്ന് ഡൈനെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് സെർവറിൽ നിന്ന് വിളിപ്പിച്ചായിരുന്നു സംസാരിക്കാൻ വേണ്ടി. 2 പ്രാവശ്യം ഡൈന വന്നില്ല. അപ്പോൾ കീരിയായിട്ട് സംസാരിച്ച് കീരിക്ക് ഓക്കെയാണ് കളിപ്പിച്ചോ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ടാണ് കളിപ്പിച്ചതെന്നാണ് എനിക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ലക്ഷ്യം മാറിയില്ല. മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു റീസൺ ഉണ്ടാവും ബ്രോ. മാറിയിട്ട് റീസൺ അവർ പറയുന്നത്. ന്യൂ റൂൾസിൽ എന്തോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മറ്റേ OC സിറ്റുവേഷന്റെ കേസസ് ആണ്. അതിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയത്തില്ല.
ഈ ഡെഫിനിറ്റ് ബാൻ ഇൻഡെഫിനിറ്റ് ബാൻസ് ആണ് ഇത് മൊത്തം. ഇൻഡെഫിനിറ്റ് ബാൻ എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയാ, ആ എഫക്റ്റഡ് പേഴ്സൺസിന് ഓക്കെയാണ് തിരിച്ച് കയറ്റിക്കോളം പറയുകയാണെങ്കിൽ തിരിച്ച് കയറ്റും. മനസ്സിലായോ? അതാണ് ഇൻഡെഫിനിറ്റ് ബാൻ എന്ന് പറയുന്നത്. അറിയത്തില്ല ബ്രോ, അത് എഫക്റ്റഡ് പേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റും. ദാറ്റ്സ് ഇറ്റ്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ അവസാനമായിട്ട് കേൾക്കുന്നത് എവിടെയാണെന്ന് അറിയോ ഗൈസ്? പണ്ട് ജപ്പാനിൽ സുനാമി വന്നപ്പം സുനാമി വന്നതിന്റെ വിഷ്വൽ എല്ലാം കൂടെ അവർ കാസറ്റിനകത്താക്കി CD-യിൽ മറ്റേ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് CD-ക്കകത്ത് എന്താ ഈ പറയണ ഈ നാച്ചുറൽ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഇത് വരുമായിരുന്നു, ഈ ഫുട്ടേജ് എന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് അന്ന് കേൾക്കുന്നത്. അതിനുശേഷം 28ാമത്തെ വയസ്സിലാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുകൂടെ കേൾക്കുന്നത്. അതാണ് ഇൻഡെഫിനിറ്റ് ബാൻസ് എന്ന് പറയുന്നത്. അതിപ്പോ അങ്ങനെ മാറ്റിയിട്ടുണ്ടോണ്ടായിരിക്കും. ഈ ഫാൽക്കനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആരാണ് ഇവൻ? എടാ ആ പട്ടിക്കണ്ടി ഏതാ നിനക്ക് മനസ്സിലായില്ലേ? മറ്റേ തന്തയില്ലാത്ത കുറെ അവന്മാര് മറ്റേ ഒരു ഗ്യാങ് തുടങ്ങിയായിരുന്നല്ലോ, ടെക്സാസ് എന്ന് പറഞ്ഞിട്ട്. തന്തയില്ലാത്ത ചേർന്ന കൂട്ടം. തന്തയില്ലാത്ത ചേർന്ന കൂട്ടം ഗ്യാങ്ങില് ടെക്സാസിലുണ്ടായിരുന്ന വാണക്കണ്ടി. ആ വാണക്കണ്ടിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈ ഫാൽക്കൺ എന്ന് പറയുന്ന കണ്ടി. മറ്റേ ഫാൽക്ക പൂറി മോനെ. അവനൊരു കൺഫ്യൂഷൻ എന്നോട് വന്നിട്ട് ആള് ഉറപ്പിച്ച് ഞാനല്ല ഇട്ടതെന്നുള്ള ഒരു സാധനം വന്ന് പറഞ്ഞിട്ട് ഷമീറിന്റെ ലൈവിൽ വന്നിട്ട് എനിക്ക് ഉറപ്പില്ല. ഞാൻ 5-6 ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് ഗ്രൂപ്പിൽ എന്ത് സംസാരിച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ 5-6 ഗ്രൂപ്പിലൊന്നും ഞാൻ ഇങ്ങനെയില്ല. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുപോലെ ലൈവ് ഇട്ട് മുഖത്തടിച്ച് തന്നെ പറയും. എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഈ 5-6 ഗ്രൂപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ തന്നെ ഞാനത് പറയും. എനിക്ക് ഗ്രൂപ്പിൽ പോയിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ 5-6 ഗ്രൂപ്പിലൊന്നും ഇല്ലേ. ഓക്കെ, ഞാൻ നിന്നെ എന്തോ ഉണ്ടാക്കാനാണ് വന്നേ, ഞാൻ അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. എനിക്ക് അതിനുള്ള റീസൺ എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ നിന്നെ എന്തോ ഉണ്ടാക്കാൻ വന്നു, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഇത് ആക്ച്വലി എനിക്ക് ഇതിന്റെ ബാക്കി പ്രൂഫും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇത് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ടൈമിൽ അവൻ ഇട്ടതാണ്. പിന്നെ അത് KVയുടെ തലയിലോട്ടൊക്കെ ആക്ച്വലി ഇടാൻ നോക്കിയ ആള്. ആൻഡ് എനിക്കിത് ബാക്കി പ്രൂഫും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. അത് തന്നെ. കാരണം ലൈക്ക് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ കാര്യം എനിക്ക് പോലും ഉറപ്പില്ല. കാരണം വെച്ചാൽ എന്താ, ഞാൻ കുറെ ഗ്രൂപ്പിനകത്തുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ഗ്രൂപ്പിനകത്തുണ്ട് നമ്മൾ പല കാര്യത്തിലും ചാറ്റ് ചെയ്യുന്നതാണ്. ബ്രോ ഈ നിന്റെയൊക്കെ MRC-യിലെ അണ്ണന്മാര് മറ്റേ എന്റെ പെണ്ണേഴ്സ് തപ്പി പോയായിരുന്നു. പെണ്ണേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ മറ്റേ ഇതിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞായിരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുമോന്ന്, നീ അങ്ങനെ കൊണ്ടുപോകാന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അറ്റ്ലീസ്റ്റ് നീ പിടിച്ചു നിൽക്കാനെങ്കിലും അങ്ങനെ ഇപ്പൊ നിനക്ക് നീ ഇത് ചെയ്തിട്ടില്ല എന്നായിരുന്നു എന്തെങ്കിലും അങ്ങനെങ്കിലും നീ ഒന്ന് പറയണമായിരുന്നു സ്റ്റേണായിട്ട്. വെറുതെ ഞാനല്ല ഇത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കടാ, പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് ഉറപ്പില്ലെന്ന് നീ തന്നെ പറയുമ്പോ പിന്നെ ആരുടെ ചോദിക്കണം? ഇതൊക്കെ ആരുടെ ചോദിക്കണ്ടേ? ഇത് ബാക്കി ഞാൻ പറയാം, ഇതൊന്ന് കണ്ടു. പക്ഷേ എനിക്ക് അതിൽ എന്റെ ഒരു വിശ്വാസം പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ മേ ബി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ സോറി പറയാം. കാരണം എനിക്ക് ഇപ്പോഴും എന്റെ ഒരു വിശ്വാസം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ്. കാരണം അതിനകത്ത് ആകെ ടൈം മാത്രമേ അതിനകത്ത് കാണിക്കുന്നില്ല. ആ ഒരു ഫോട്ടോയ്ക്ക് മനസ്സിലായ വേറെ ഒന്നും ഇല്ല. അതിനും ചിലപ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിൽ തന്നെ അതിന്റെ മുകളിലോ അല്ല താഴെയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചാറ്റ് ഉണ്ടാവും. പിന്നെ അത് ഏത് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ടെക്സസ് ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി, ഉള്ള ഗ്രൂപ്പിനകത്തൊക്കെ ഞാൻ നോക്കി, പക്ഷെ ഞാൻ അങ്ങനെ ഒരു ചാറ്റും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഇനിയിപ്പം KVയുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. KVയുടെ ഗ്രൂപ്പിനകത്ത് ആക്ച്വലി ഇല്ല. ഞാൻ KVയുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഞാനത് പറയാൻ ചാൻസില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആ സ്കൂളിൽ എന്തെങ്കിലും പറയേണ്ടതാണ് എന്നോട്. എന്റെ വിശ്വാസം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഈ RP അവരാധം എന്ന് പറഞ്ഞ പേജ് തുടങ്ങിയ ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി എന്നോട് റിപ്ലൈ തന്നതെന്ന് പറഞ്ഞാൽ, ടെക്സാസിലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊക്കെ പറയുന്ന മറ്റേ കരിയർ വെച്ച് ഞാൻ കളിച്ചു, മറ്റേ അത് ചെയ്തു ഇത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. എടാ ഇവന്റെ കൂടെ നടന്ന് 24 മണിക്കൂർ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരിടത്താണ് ഈ മെസ്സേജ് ഇട്ടേക്കുന്നത്. മനസ്സിലായ? ആ മെസ്സേജ് അതേപോലെ എടുത്ത് ലീക്ക് ചെയ്ത് കൊടുത്തത് ഇവന്റെ കൂടെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നവരാ. ഇവന്റെ കൂടെ വർഷങ്ങൾ, അല്ലാതെ ഞാനല്ല ഇതൊന്നും ചെയ്തേ. മനസ്സിലായ? ഞാനല്ല ഇതൊന്നും ചെയ്തേ. ഇവന്റെ കൂടെ ഈ ഇതാക്കി നടന്നവന്മാരാണ് ഇത് എടുത്ത് വെച്ച് ലീക്ക് ആക്കിയത്. ഇപ്പൊ ഇവനെ ഇത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിനക്ക് അന്ന് ഇറങ്ങും, മനസ്സിലായ? അന്ന് അണ്ടി താങ്ങി നിന്നിട്ട് ഇന്ന് ഇത് ഇട്ടവന്മാരടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കാര്യം അറിഞ്ഞ ഉടനെ ഫാൽക്കണ ഇപ്പം അവനെ വിളിച്ച് സംസാരിച്ച് അവന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് അവനെ പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ഇട്ടവന്മാരടുത്ത് ഞാൻ പറയുന്നത്, നിനക്കൊക്കെ അത്രയ്ക്ക് ഉറപ്പുണ്ട് ഫാൽക്കണ ഇത് ചെയ്തിട്ടുണ്ടെന്ന് 100% ഇതാണെങ്കിൽ ഇതിന്റെ ബാക്കി മൊത്തം നീയൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞാൽ മൊത്തം ഇതിന്റെ ഫുൾ POV പുറത്തു വരണം. മനസ്സിലായ? എന്ന് പറഞ്ഞാൽ ഇതിൽ ഇവൻ ചാറ്റ് ചെയ്യണത് ഇതിന്റെ ഇടയ്ക്കുള്ള മെസ്സേജുകൾ മൊത്തം കാര്യം ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് നീയൊക്കെ ഇൻസ്റ്റയിൽ തന്നെ ഷെയർ ഇട്ടോ. എന്തായാലും ഇത് ഇട്ടതായോളം ഇതിപ്പോ കണ്ടോണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായ? ഇത് മാര് തൊപ്പി ഫസ്റ്റ് ആയിട്ട് GTA കയറിയപ്പോ 30K, ഷമീർ തുടങ്ങിയപ്പോ 24K. ഇതൊന്നും കൊട്ടക്ക് കിട്ടൂല. Bro, really, that was my best moment. Thank you, Skydogs as well. Harrisender bro, thank you so much. Means a lot, Harrisender bro. Thank you so much. Guys, ഞാൻ ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട്.
ഇട്ടേല് കുഴപ്പമില്ല, പക്ഷെ ഇത് ഇടണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് അന്ന് ചെയ്യണമായിരുന്നു. അന്ന് ഇത് ചെയ്യാത്ത എന്ത്? അപ്പൊ എന്ത് ഇവന്മാർക്കൊന്നും ഉറപ്പില്ലായിരുന്ന? അല്ലെങ്കിൽ അപ്പൊ ഇതിനൊക്കെ കൂട്ടി നിന്നിട്ട് ഇപ്പം കൊണ്ട് ഇട്ടിട്ട് ഒരു തരം ആക്കേണ്ട കാര്യമില്ല, മനസ്സിലായ? ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഇവന്റെ കൂടെ നിന്ന എല്ലാവരും കുറ്റക്കാരന്മാർ തന്നെയാണ്, മനസ്സിലായ? ചാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ അത്രയ്ക്കും കംഫർട്ടബിൾ സോൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിട്ട ചാറ്റാണ്. ഇവൻ അത്രയ്ക്കും കംഫർട്ടബിൾ സോൺ ആയിട്ടുള്ള ഇട്ട സ്ഥലത്ത് ആ സമയത്ത് ഇതിനകത്ത് ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് എല്ലാവന്മാർക്കും ഈ പറയുന്നത് പോലെ ഈ സാധനം കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതുപോലത്തെ കുറച്ച് ഇൻസിഡൻസ് ബാക്ക് എൻഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇവന്മാരുടെ മനസ്സിലൊരു ഹേറ്റ് എക്സ്ട്രീം പീക്കാ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ അന്ന് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞതാണ് ഇതുപോലെ കുറെ സാധനങ്ങൾ പൊങ്ങി വരും, ഇതുപോലത്തെ കുറെ സാധനങ്ങൾ വരാനുണ്ട് ഇനി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഇപ്പൊ പല സെപ്പറേറ്റഡ് ഗ്യാങ്ങിലായിട്ട് ഇതുപോലെ കുറെ ആൾക്കാർ MRCയിലും കുറെ ആൾക്കാർ ഇവിടെയാണ്. ഇപ്പൊ അവന്മാർക്ക് ഇവനോടൊക്കെയായി ദേഷ്യം. ഇത് വെളിയിൽ കൊണ്ടുവന്ന് ഇട്ടവനും ഇവന്മാരുടെ കൂടെ അന്നിരുന്ന അവരാഴ്ച കൂട്ടത്തിൽ ആരോ ഉള്ള ഒരാളാണ്. ഈ ഒരു സാധനം റേഞ്ച് വെയിറ്റിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു പാസ്റ്റിൽ പറ്റിപ്പോയ ഒരു സംഭവമാണ്, മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫാൽക്കൺ ഇവിടെ വന്നതിന് ശേഷം അത്രയും ഡീസെന്റ് ആയിട്ട് പല പ്രാവശ്യം ഓൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ പോലും മോനെ പലവട്ടം ഞാൻ പേഴ്സണലി പോയാണ്ട് ചില സമയത്ത് സ്കോൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് വാൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ പറഞ്ഞ് സംസാരിച്ച് സോൾവ് ചെയ്തതിനു ശേഷം ഇന്ന് കറന്റ് ഫാൽക്കൺ ഗ്യാങ്ങിന്റെ അകത്ത് സത്യം പറയാലോ മാന്യമായിട്ട് കളിച്ചുകൊണ്ട് പോയി നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. എത്രക്കെയാണെന്നുണ്ടെങ്കിലും പാസിൽ വേറെ ടെക്സാസിന്റെ ലീഡറും അതേമാതിരി കെവിന്റെ കോ ലീഡറും ഒക്കെ ആയ സമയത്ത് ചിലപ്പോൾ ഓന് പല മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ടാവും. ഇവിടെ എന്തെന്നാണെന്നുണ്ടെങ്കിലും ഇത് ബാക്കിയുള്ള ഗ്യാങ്ങിന്റെ മെമ്പേഴ്സ് ആണെങ്കിലും ഗ്യാങ്ങിന്റെ ഓഡിയൻസ് ആണെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ഗ്യാങ്സിലൊക്കെ ഇതേപോലെ കയറി വന്ന പ്ലേസ് പാസിൽ പലതും പറഞ്ഞ് പല വീഡിയോ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടു. എനിവേ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതേപോലെ ഫാൽക്കനും അങ്ങനെ ഒരു സമയത്ത് പറ്റിപ്പോയതിന്റെ പേരിൽ ഇവിടെ ഓന്റെ ഒരു ഫ്യൂച്ചർ വെറുതെ അല്ലെങ്കിൽ ഓന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ കളയുന്ന രീതിക്ക് ആരും തന്നെ ഓനെ ടാർഗറ്റ് ചെയ്ത് വെറുതെ മൈൻഡ് ഫോക്ക് ആക്കരുത്. അത് ദേഷ്യം ഏതാ മസിലൊന്നും കാണാനില്ലല്ലോ. എന്റെ ഏട്ടായുടെ കുണ്ണ ഇപ്പൊ വായിലിരുന്നെ നീക്കെ മുടക്കി കാണാനായിട്ട് ഒന്നും ഇല്ലല്ലോ, ഇത് ഫുള്ള് നിരപ്പാണല്ലോ. ഒരാളില് മൾട്ടി ഡാഡി ഡിസോർഡർ ഉള്ള ഒരു എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് കേട്ടാ, എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. എടാ നിന്നെ പോലെ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ കാര്യം പറയാം. എനിക്ക് എന്റെ പെർമിഷനോട് കൂടിയും എന്റെ ഇതിലും അല്ല ഞാൻ ഇവിടെ ഇവന്മാരുടെ ബാൻ മാറ്റിയത്. ഇത് എന്റെ കമന്റാ, ഇത് ഞാൻ തന്നെ ഇട്ട കമന്റാ, ഇത് മാനിപ്പുലേറ്റ് കമന്റ് ഒന്നും അല്ല, ഇത് ഞാൻ തന്നെ ഇട്ട കമന്റാ. മനസ്സിലായ? എനിക്കറിയാം ഞാൻ തന്നെ ആണ് ഡയനോട് ഇത് പറഞ്ഞത്. അത് പറയാൻ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഗട്ട്സും നട്ടലും ഉണ്ട്. മനസ്സിലായ? ഞാൻ പറയണ ഒരു കാര്യം പറയാം. ഇന്നത്തെ അഡ്മിൻസിനോട് ഞാൻ ഇത് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, പെർമനന്റ് ബാൻ കിട്ടിയ എല്ലാവർക്കും ഈ സിറ്റിയിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും സിറ്റിയിൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ അപ്പീൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ഈ പറയണത് പോലെ അത് ക്ഷമിക്കണോ വേണ്ടായോ, അവർക്കൊരു ചാൻസ് കൊടുക്കണോ വേണ്ടായോ എന്നുള്ള. ഡൊമിനിക്കിനടക്കം ഞാൻ എന്തോരം ബാനുകൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുടെ ബാൻ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇന്ന് ആഡ്ബ്രോയുടെ ലൈവിൽ എക്സ്പ്ലനേഷൻ ലൈവ് കണ്ടപ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് മാറ്റി കൊടുത്തു. പിന്നെ എനിക്ക് എന്ത് റോൾ അവിടെ? നീയൊക്കെ ഇപ്പൊ ഞാനിങ്ങനെ തമാശക്ക് തന്നെ എന്റെ സെർവറാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് സെർവറിന്റെ ഡിസിഷൻ ഒക്കെ എടുക്കണത് ഞാനാണോ? എടാ നിനക്കത് അത്ര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കളിക്കരുത്, അത്ര എനിക്ക് പറയുള്ളൂ. ട്യൂബ്ലൈറ്റ് ഞാൻ കുറെ പേരെ മാറ്റി കൊടുത്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഇത് അഫക്റ്റഡ് പേഴ്സൺ മാറ്റി കൊടുത്ത ബാനാണിത്. ഡയന എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഡയന ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ മാനേജ്മെന്റ് ആയിട്ട് സംസാരിക്കുക, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആകെ അവിടെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ബ്രാവോയുടെ അടുത്താണ്. എന്തെങ്കിലും എനിക്ക് പേഴ്സണൽ കാര്യമാണെങ്കിൽ ഞാൻ ബ്രാവോ അടുത്താണ് പറയാറ്. അല്ലാതെ ഈ പറയണത് പോലെ ഇതല്ല. ഇവരെന്റെ അടുത്ത് ക്യാസ്റ്റർ വിളിച്ച് ചോദിക്കുമ്പോഴേ ഇതൊക്കെ സോൾവ് ആയി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായ? പിന്നെ ഇത് വെച്ചിട്ടാണ് പെണ്ണിന് അതുണ്ടെങ്കിൽ ലൈന് വരണ്ടേ? ലൈന് വരാത്ത പക്ഷം നിങ്ങൾ അൺഫെയർ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ലൈന് വരാത്ത പക്ഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദിസ് ഈസ് അൺഫെയർ. പെണ്ണിനല്ലേ ബ്രോ പ്രയോറിറ്റി? അങ്ങനെയാണെങ്കിൽ ബ്രോ പെണ്ണ് വരുവാൻ വേണ്ടേ? പെണ്ണിനാണ് അങ്ങനെ പ്രയോറിറ്റി പെണ്ണിനൊന്നും ഇല്ല ബ്രോ. ആർക്കായാലും ഈക്വൽ പ്രയോറിറ്റി തന്നെയാണ് ചെയ്യുന്ന വെച്ചിട്ട്. മൈക്കി പൃഥ്വി അവരുടെ ബാൻ ഇനിയിപ്പോ അത് പറഞ്ഞു ഇതാക്കാനൊന്നും ഇല്ല, അവരുടെ ബാൻ മാറിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അവരുടെ ബാനുകളിലൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും ഞാൻ നിങ്ങളുടെ ഒന്നുകൂടെ പറയുക, ഇതും പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. ഞാൻ ഇനി ഇത് ഇവരും അഫക്റ്റഡ് പേഴ്സണുമായിട്ട് സംസാരിച്ച് തീർത്തു എന്ന് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഇതിനകത്ത് യാതൊരു റോളുമില്ല. ഞാൻ ഇതിനകത്ത് പോയി എങ്ങനെയാ പറയണേ? അത് ഒഴിവാക്കാൻ പറ്റത്തില്ല ബ്രോ. എനിക്കിത് ഒഴിവാക്കാൻ പറ്റണില്ല. ഇതിന്റെ വെളിയിൽ പിന്നെ ഇത് മറ്റേ ഫാൽക്കൺ എന്ന് പറയുന്ന കുണ്ണെ പറ്റി മറ്റേ എന്തോ വലിയ സംഭവമായിട്ടാണ് ആൾക്കാർ മറ്റേ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ മറ്റേ അവന്റെ കരിയർ കളഞ്ഞു, ഞാൻ മറ്റേ ഇത് കളഞ്ഞു. മര്യാദയ്ക്ക് കളിക്കണം. മര്യാദയ്ക്ക് കളിച്ചാൽ ആരും ഒന്നും ചെയ്യത്തില്ല, ആരും ഒന്നും പറയത്തില്ല. നിനക്കൊന്നും നിന്റെ മറ്റേ ഈ കിടന്ന് വാദിക്കുന്നവന്റെ ഒന്നും പാസ് അറിയത്തില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, നീയൊക്കെ പറയുമായിരിക്കും ബാക്കി നിന്നെ ഒന്നും ഒരിക്കലും എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛന്റെ പേര് RPയിൽ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന്
എന്റെ ഒരു സിറ്റുവേഷനിൽ അവരാധിച്ചിട്ടുണ്ട് ഇവൻ. അതൊന്നും നിനക്കൊന്നും അറിയത്തില്ല അല്ലേ? ഈഗിൾ ബ്രോ ആണ് ലൈവിൽ തുടങ്ങിയാൽ ആരെങ്കിലും അവരാധിക്കും. എത്രയും വലിയൊരു യൂട്യൂബർ ഇങ്ങനെ പ്ലേയേഴ്സിന്റെ ഭാവി എന്തിനാ കളയുന്നത്? അവരെന്തെങ്കിലും അച്ചീവ്മെന്റിന് വേണ്ടി അല്ലേ ബ്രോ? വീട് ഗെയിം അല്ലേ? വലിയ ഏജ് ഇല്ലാത്ത കുട്ടികളല്ലേ? വാവ് ബ്രോ വഴി കൂടെ പോയിരുന്ന സമയത്ത് ഏജ് ഇല്ലാത്ത ഒരു കുട്ടി വന്നിട്ട് ബ്രോയുടെ പേരൻസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്താൽ അയ്യോ തക്കരവാവേ നീ വളർന്നു വലുതാവുന്നല്ല ഉള്ളോടാ കുറച്ചുകൂടെ കഴിയുമ്പോൾ വാടാ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ തട്ടിവിടുവോ നീ? നൈസ്, നല്ല എക്സ്പ്ലനേഷൻസാ ബ്രോ. ഇതൊക്കെ ന്യായീകരിക്കണം, സ്വന്തമായിട്ട് വരുമ്പോൾ ന്യായീകരിക്കണം. പിന്നെ ഫാൽക്കന്റെ ബാൻ ഞാനല്ല കൊടുത്തിരിക്കുന്നത്. ഫാൽക്കന്റെ ബാൻ കൊടുത്തേക്കുന്നത് അലീനയാണ്. അലീനയ്ക്ക് അത് ലിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സമയത്ത് അലീന ലിഫ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഞാനാണോ കൊടുത്തേക്കുന്നത്? നീയൊക്കെ എന്തിനാ എന്നോട് പറയുന്ന ഫാൽക്കന്റെ കാര്യം? എനിക്ക് ഫാൽക്കൺ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഞാനല്ല കൊടുത്തേക്കുന്നത്. നിന്റെയൊക്കെ ഈ വർത്താനം ഉണ്ടല്ലോ, ഗെയിം അല്ലേ? എന്ത് ഗെയിമാണ് ഇതൊക്കെ ചെയ്യുന്നേ? മറ്റേ പെണ്ണുകസ് തപ്പിപ്പോവാ അല്ല? നീയൊക്കെ ഞാൻ പറയാൻ സെൻഡക്സിന്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഞാനത് പറഞ്ഞപ്പോഴത്തേക്കിന് സെൻഡക്സിന് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, എം ആർ സിയുടെ ലീഡർ അടക്കം ഇപ്പോഴത്തെ ലീഡർ അടക്കം ഇരുന്ന് അമ്പത്തൂരിന്റെ പെണ്ണ് കേസ് അതെന്നൊക്കെ പറയുമ്പോൾ ഒരാളെ എങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യുന്നത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച്? അതൊന്നും കുഴപ്പമില്ലേ? എം ആർ സിയിലെ പ്ലേയേഴ്സിന് മാത്രമേ ഉള്ളൂ പേഴ്സണൽ ഇഷ്യൂസും പേഴ്സണൽ ഇതൊക്കെ? മറ്റേ പെണ്ണ് കേസ്, മറ്റേ അത് കേസ് ഇത് കേസ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഒരാളെ ട്രോമയിലോട്ട് കൊണ്ടുവരുന്നത് നിനക്കൊക്കെ ഭയങ്കര കോമഡിയാണോ? തിരിച്ചു പറയുമ്പോൾ ബുദ്ധിമുട്ട്, നമ്മൾ ഇങ്ങോട്ട് പറയുമ്പോൾ എല്ലാം ഓക്കെ ഫെയർ. തിരിച്ച് ഞാൻ പറഞ്ഞാൽ വലിയ യൂട്യൂബർ അല്ലേ, ഒരുപാട് ആൾക്കാർ കേൾക്കും. എന്താ ബ്രോ അതിനൊന്നും നിങ്ങൾക്കൊന്നും റിപ്ലൈ ഇല്ലേ? അവൻ എന്തോരം ദിവസം ഈ കാറ്ററിംഗിന്റെ കേസ് പറയുന്നു, തൊണ്ട കടിച്ചു മുറിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ മനസ്സിലാവാത്ത കാര്യമാണ്. ഇതാണോ ഈ പറയണത് പോലെ ആർ പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇരുന്ന് ഇതാക്കുന്നേ? ഞാൻ വേറൊരു കാര്യം പറയാം കേസ്. ഇനി സ്ട്രൈക്ക് കിട്ടിയത് ജുഗ്രുവിന് സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ട് ഈ പറയണത് പോലെ അവൻ എൻ്റെ കൂട്ടത്തിൽ 24 മണിക്കൂർ നമ്മുടെയൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ചെറുക്കനായതുകൊണ്ട് അവന് കൊച്ചിയിലോട്ടൊക്കെ റീസെന്റ് ഷിഫ്റ്റ് ആയതാ. ചാനലിനെ സ്ട്രൈക്ക് യൂട്യൂബ് ചാനൽ നടത്തുന്ന എല്ലാവർക്കും അറിയാം, സ്ട്രൈക്ക് വൺസ് അടിച്ചു കഴിഞ്ഞാൽ ചാനൽ ഹെൽത്ത് കംപ്ലീറ്റ്ലി പോകും. അത് ചാനൽ ഹെൽത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ അത് ബാധിക്കും. റെക്കമെൻഡേഷൻസ് പോകത്തില്ല, നോട്ടിഫിക്കേഷൻസ് പോകത്തില്ല, ഒന്നും പോകത്തില്ല, മനസ്സിലായ? അപ്പൊ അവന് ഓൾറെഡി ഈ പറയണത് പോലെ അവൻ അങ്ങനെ ഒരു സാധനം വന്നപ്പോഴത്തേനും അവൻ ഇവിടോട്ട് ഷിഫ്റ്റ് ആവുകയാണെന്നും പറഞ്ഞപ്പോഴത്തേക്കും അവന് ഭയങ്കര വിഷമമായിട്ട് എൻ്റെ അടുത്ത് വിഷമിച്ച് വന്ന് സംസാരിച്ചു. ഞാൻ അതിന്റെ ദേഷ്യത്തിൽ തന്നെയാണ് വന്ന് ലൈവ് ഇട്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ലൈവ് വരാൻ പോലും ഇരുന്നല്ലായിരുന്നു അന്ന്, സത്യം പറഞ്ഞ. ഞാൻ അന്നേരം ലൈവ് ഇട്ട് വന്ന് പറഞ്ഞ അതാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ എന്നിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇവൻ സെൻഡെക്സ് ലൈവ് വന്നപ്പോൾ ഞാൻ സോറി പറഞ്ഞ കാര്യം പറഞ്ഞായിരുന്നു. ഈ സോറി പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വെച്ചാൽ, ഇവനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈവ് കാണുന്ന MRCയുടെ കോമൺ ഓഡിയൻസ് ആയിട്ടുള്ള ഒരാൾ, ഞാൻ പുള്ളിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് കൊണ്ട് മാത്രമാണ് ഞാൻ അവനോട് പേഴ്സണലി സോറി പറഞ്ഞു. എന്തിനാന്ന് പറയട്ടെ, അതായത് ഈ പയ്യനെ VNVയിൽ എന്തോ ഒരു സിറ്റുവേഷനിൽ ഇവന്റെ അപ്പിയറൻസ് വെച്ചിട്ട് VNVയിൽ ആരോ കളിയാക്കിയെന്ന് ഇവനെ VNVയിൽ ആരോ കളിയാക്കി, മുടി നീട്ടി വളർത്തിയേക്കുന്നതിനോ അങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട് ഈ പയ്യനെ കളിയാക്കിയെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും അത്രയ്ക്ക് വലിയ ചെറ്റയല്ല. തിരിച്ച് എന്നെ അബ്യൂസ് ചെയ്യുന്നതോ, MRC ഓഡിയൻസ് ഒക്കെ എന്നെ എന്തിനാണ് അബ്യൂസ് ചെയ്തത്? താറാവിന് എൻ്റെ ചിരിയുടെ ഇത് വെച്ച്, താറാവിന്റെ ഇത് വെച്ച് കളിയാക്കും. ഇതെല്ലാം അബ്യൂസാണ്. ഞാൻ ഇതിനൊന്നും ആരടുത്തും പരാതി പറയാൻ പോയിട്ടില്ല. ഞാനതൊക്കെ ആ ഒരു സെൻസിൽ അങ്ങ് എടുക്കുമോ? ഇപ്പം ഇതെല്ലാം അബ്യൂസാണ്. ഇതൊക്കെ ലിറ്ററലി അബ്യൂസ് തന്നെയാ. ഈ താറാവ് കണ്ടി ഞാനൊരു ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ പോലും അവിടെ വരെ പോലും വന്ന് ഇങ്ങനത്തെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായ? അപ്പോ എന്റെ സൗണ്ട്, ഞാൻ ചിരിക്കുമ്പോൾ താറാവിന്റെ സൗണ്ട് പോലെയാ എന്നൊക്കെ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ വിട്ട്. പക്ഷേ ഈ സെയിം സൈഡിൽ അപ്പുറത്ത് നിൽക്കുന്ന പയ്യനെ ഈ പറഞ്ഞതുപോലെ അവന്റെ അപ്പിയറൻസ് വെച്ച് VNVയിലെ മെമ്പേഴ്സ് കളിയാക്കി എന്ന് പറഞ്ഞപ്പം ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ ഏതോ ഒരു വേർഡ് അതുമായിട്ട് ബന്ധമുണ്ട്, അത് വെച്ച് അവനെ കളിയാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ബ്രോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ, അതും സെൻഡക്സിന് അറിയാവുന്ന ഒരാളാണ് എൻ്റെ ചാറ്റിൽ വന്നത് പറഞ്ഞത്. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ പേര് പറഞ്ഞപ്പോൾ അവനും അറിയാം. അതിന് മാത്രമാണ് ഞാൻ അവൻ്റെ അടുത്ത് പേഴ്സണലി സോറി പറഞ്ഞത്. അല്ലാതെ ഞാൻ ഈ വന്ന് പറഞ്ഞതിനോ എനിക്ക് മറ്റേ എൻ്റെ കൂട്ടത്തിലുള്ള ഒരുത്തിനും സ്ട്രൈക്ക് കൊടുത്തതിനോ അതിന് തിരിച്ചു പറഞ്ഞതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ അതിനൊന്നും സോറി പറയത്തില്ല. ഞാൻ ഇത് അറിയാതെ ഈ VNVയുടെ സിറ്റുവേഷൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവരുടെ ലൈവ് കണ്ടോണ്ടിരിക്കില്ലല്ലോ എൻ്റെ പരിപാടി, ഇവരുടെ ലൈവ്. എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ പറയണത് പോലെ അത്രയും നിന്റെയൊക്കെ അത്രയും എന്തായാലും ചെറ്റയല്ല ഞാൻ, മനസ്സിലായ? നിന്റെയൊക്കെ അത്രയും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഫാൽക്കണിന്റെ ബാൻ മാറ്റണമെങ്കിൽ നീയൊക്കെ സംസാരിക്കേണ്ടത്
അലീനയുടെ അടുത്ത അലീന മാറ്റി കൊടുക്കണം ഫാൽക്കന്റെ ബാൻ, അല്ലാതെ ഞാനല്ല. നീ അമ്പി വാസുവെന്നോ കണ്ടി വാസുവെന്നോ കൊട്ട വാസുവെന്നോ നീ എന്ത് വേണേലും ഇവിടെ ഇരുന്ന് സ്പാം ചെയ്തുകൊണ്ടിരുന്നോടാ. എന്നെ ബാധിക്കത്തില്ല ഇതൊന്നും. നീ അതാദ്യം മനസ്സിലാക്ക്. പോകുന്നത് ആർക്ക് പോയി? നീ എന്നെ ഇങ്ങനെ പിരി കയറ്റുമ്പോൾ നീയൊക്കെ ഇങ്ങനെ ഇരുന്ന് പിരി കയറ്റുമ്പോൾ പുറത്തിരിക്കാൻ പോകുന്നത് ഇവരൊക്കെ തന്നെയാണ്, മനസ്സിലായ? അതിനല്ലാതെ വേറെ അതിനകത്തൊരു സൊല്യൂഷൻ ഇല്ല. നിനക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിന്റെ മറ്റേ അമ്പിക്കുണ്ണയോട് പറ, പോയി അലീനയുടെ അടുത്ത് പറഞ്ഞ് ഇംപ്രസ് ചെയ്ത് എങ്ങനെങ്കിലും ഇതൊന്ന് അപ്പീൽ ചെയ്ത് എങ്ങനെങ്കിലും ഇതൊന്ന് മാറ്റുക. എൻ്റെ കരിയറും ഇതൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യണം, ഞാൻ നന്നായിട്ട് വന്നോളാം, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല ചേച്ചി എന്ന് പറഞ്ഞ് പോയി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ പോയി പറയടാ. ഞാൻ ഇതിൽ ഇൻവോൾവ് അല്ല. ഇവന് ബാൻ കിട്ടിയ കേസ്, ഇവന്റെ ബാൻ കിട്ടിയതിന് എന്നെ അവരാഴ്ചന് ഞാൻ റിപ്ലൈ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഫാൽക്കൺ. അല്ലാതെ ഫാൽക്കണുമായിട്ടുള്ള ഇത് എന്റെ ബന്ധമുള്ള കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന് 3 ദിവസം സിനിമാറ്റിക് വീഡിയോ തറയിൽ കൂടെ എഴുതുന്നത് ഇങ്ങനെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരുന്നതിനാണ് അവന് കൊടുത്തത്, മനസ്സിലായി? അന്നേരം സ്ട്രൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ പഴയ ബ്രാവോടെ സ്ട്രൈക്കിന്റെ കാര്യം പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നത്. എടാ അതൊക്കെ നിനക്കൊക്കെ, അതാ ഞാൻ പറഞ്ഞത്, നിനക്കൊക്കെ അറിയാതെ ഉള്ളൂ. അത് ബാക്കി ഓഡിയൻസ് ഇവിടെ കാണുന്ന എല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സ്ട്രൈക്ക് വാറും സ്ട്രൈക്ക് എന്തിനായിരുന്നെന്നും മറ്റേ ഇതിനകത്തൊക്കെ. ഇതുവരെ കോൺട്രവേഴ്സി കണ്ടന്റിന് പോലും ഞാൻ സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല, കോൺട്രവേഴ്സി കണ്ടന്റിന് പോലും. അപ്പൊ എനിക്ക് എന്റെ എല്ലാത്തിനും എന്നെ പിടിച്ചിരുന്ന പരിപാടി നിനക്കൊക്കെ അത് എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാത്തിലും ഇങ്ങനെ എന്നെ പിടിച്ചിട്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കപ്ഗേ ഗെയിമിംഗ് ഓജി, ഫാൽക്കണ് ബാൻ കൊടുത്തത് ഞാനാണ്, അത് ഞാൻ മാറ്റാൻ പോകുന്നില്ല. വെറുതെ വേറെ ആരെയും ഇതിലോട്ട് പിടിച്ചിടണ്ട. റിപ്ലൈ കിട്ടിയല്ലോ. കപ്പ് കേക്ക് ആണ് അത്, ബാൻ കൊടുത്ത് അവള് തന്നെയാണ് ഈ ചാറ്റിൽ ഇട്ടിരിക്കുന്നത്. ഇനി ആർക്കാ ഇവിടെ കരച്ചില്? 2-3 ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് കൂടെ കണ്ടുപിടിച്ച് ഇങ്ങനെ കൊണ്ടിട്, മനസ്സിലായോ? കഷ്ടോടാ നിന്റെയൊക്കെ കാര്യം. ഫ്രസ്ട്രേഷൻ ആരുടെയും മണ്ടക്കി തീർക്കണം, അതാണ് നിനക്കൊക്കെ വേണ്ടുന്നത്. ഞാൻ എൻ്റെ കാര്യം, എന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫാൽക്കന്റെ കേസിൽ ഞാൻ പറഞ്ഞത്. അതിന് കൊടുക്കാനുള്ളത് ഗെയിമിലും ഞാൻ കൊടുത്തു കഴിഞ്ഞ്. ഗെയിമിൽ അവരാഴ്ചന് ഗെയിമിൽ അവനെ തറയെ കൂടെ എഴുതിപ്പിക്കുകയും ചെയ്ത്, കക്കൂസ് എഴുതിപ്പിക്കുകയും ചെയ്ത്. അവനിപ്പോൾ എന്ന് ഉറങ്ങുമ്പോൾ അവന്റെ സ്വപ്നത്തിൽ അതുണ്ടാവും. രണ്ടാമത്തെ കാര്യം, പുറത്ത് അവരാധിച്ചതിന് ഞാൻ പുറത്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, പുറത്ത് അവരാധിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് പറയുകയും ചെയ്തത്. അപ്പൊ ഞാൻ ഫാൽക്കണും തമ്മിലുള്ള പ്രശ്നം അത് അങ്ങനെയാണ്, അല്ലാതെ ഞാനല്ല ഇവിടെ പെർമനന്റ് ബാൻ ഇട്ടേക്കുന്നത്. ഞാൻ അന്നത്തെ കേസിന് എനിക്കൊരു പെർമനന്റ് ബാൻ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അന്നേ കൊടുത്തേനെ, ഒരു സംശയമില്ല. ബട്ട് KVA ഹോസ്റ്റേജ് വെരി ക്യൂട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെടാ, ഈ സിറ്റിയിൽ ഞാൻ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് RP കളിക്കുന്നുണ്ട്. 6 വർഷത്തിൽ ഒരു RP ഗ്യാങ് തുടങ്ങിയിട്ട് ഗ്യാങ്ങിലെ 35 മെമ്പേഴ്സും ഡിഫറൻറ്റ് കക്കൂസുകൾ കഴുകിയ ഒരു ഗ്യാങ്ങിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ വേറൊരു ഗ്യാങ്ങിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, എൻ്റെ എല്ലാം അങ്ങനെ ഒരു ഗ്യാങ് ഇല്ല, വേറൊരു ഗ്യാങ് അങ്ങനെ ഇല്ല. അത് വണ്ണാനുള്ള അച്ചീവ്മെൻ്റ് ആണ്. ഒരു ഹോസ്റ്റേജ് ഗെയിം എടുത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഹോസ്റ്റേജ് വീഡിയോസ് കാണിക്കാനാണെങ്കിൽ മിനിമം യൂട്യൂബിൽ നോക്കിയ ഒരു 20 ഹോസ്റ്റേജ് വീഡിയോസ് ഉണ്ടാവും, ഇനി മിനിമം. അപ്പോൾ കുറച്ച് നേരം ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് സിറ്റിയിലോട്ട് കയറാം ഗൈസ്.